ആൻസർ. பெரிய படத்துக்கு நாட் ஓன்லி பிக் மூவிக்கு இப்ப அது ஒரு ஸ்டைல் ஆயிடுச்சு. இவர் படம் இல்ல, எனி பிக் மூவி காம்ஸ் அந்த மாதிரி ட்ரோல் பண்ணிட்டு தான் இருக்கிறாங்க. பட் இட்ஸ் கோயிங் வெரி வெல். அவ்வளவுதான். ட்ரோல் பண்ணி அப்படிதான் அது வந்து ஒர்க்ட், லிவ் இட் டு ஆடியன்ஸ், தட்ஸ் இட். ശരിക്കും മാസ്റ്റർ വെച്ചിട്ട് നമ്മൾ സിനിമ അങ്ങനെ പ്ലാൻ ചെയ്തില്ല കേട്ടോ. വളരെ യാദൃശ്യമായിട്ടൊരു സ്ക്രിപ്റ്റ് കഴിഞ്ഞ എൻ്റെ വർഷം എൻ്റെ കയ്യിൽ വന്നു. വളരെ യാദൃശ്യമായിട്ട് അത് വായിച്ചു നോക്കിയപ്പം അത് ഫുൾ ഡാൻസ് പരിപാടിയാണ് വരുന്നത്. അപ്പം നമ്മൾ മലയാളത്തിലൊരു സബ്ജക്റ്റോട് അദ്ദേഹം വന്നത്. അപ്പം ഈ മലയാളത്തിൽ ഈ സബ്ജക്റ്റ് ചെയ്താൽ നമ്മൾ അതുപോലത്തെ ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു ആക്ടർ നമുക്ക് നമുക്ക് സെർച്ച് ചെയ്തെടുക്കണം. അത് എന്നെ പോലത്തെ ഒരു പുതിയ ഡയറക്ടർക്ക് അത് ഭയങ്കര ടഫായിട്ട് തോന്നി മലയാളത്തിൽ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ സ്ക്രിപ്റ്റ് റൈറ്ററോട് ചോദിച്ചു, നമുക്കിത് പുള്ളി തന്നെയാണ് ഞാനല്ലോ ചോദിച്ചു, പുള്ളിയുടെ അടുത്ത് ചോദിച്ചു നമുക്ക് തമിഴിൽ ട്രൈ ചെയ്തുകൂടെ എന്ന് വെച്ചു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ സ്ക്രിപ്റ്റ് ഒന്നുകൂടെ റീവർക്ക് ചെയ്തപ്പോഴാണ് അത് ഫുള്ള് ഇദ്ദേഹത്തിന്റെ ഹെഡ് ടു ടോയാണ് സിനിമ. അത് ആ സിനിമ കാണുമ്പോൾ നിൽക്കുക. കാരണം ഇദ്ദേഹത്തെ പോലത്തെ ഒരാൾക്കല്ലാതെ ബെറ്ററൊക്കെ ചെയ്യാൻ പറ്റില്ല വേറൊരാൾക്ക്. കാരണം അത്രയും അങ്ങനത്തെ ഒരു മോഡാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ മേക്കിംഗ് ടൈം എനിക്ക് തോന്നുന്നു ഞാനൊരു ആക്ഷൻ ഡയറക്ടർ മാത്രമായിരുന്നു ഈ മാസ്റ്റർ അത്രയില്ല. അദ്ദേഹത്തെ പോലത്തെ അത്രയും വലിയ ടെക്നീഷ്യനെ വെച്ചിട്ട് എനിക്ക് ഒരു ജോലിയില്ലെന്ന് തന്നെ പറയായിരുന്നു. കാരണം സ്ക്രിപ്റ്റിൽ അത്രയും പ്രിപ്പയർഡ് ആയിട്ടേ സെറ്റിൽ വരത്തുള്ളൂ. പിന്നെ ഡാൻസ് ഉള്ള ദിവസം പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിരിക്കും സെറ്റ്. പിൻ ഡ്രോപ്പ് ഇരിക്കുന്ന ആളല്ല. ഈ സമയത്തൊക്കെ ഫണ്ണും കോമഡിയൊക്കെ പറയും. അന്നത്തെ ദിവസം നമ്മുടെ ക്യാമറമാനൊക്കെ ഒരു സൈഡിലൂടെ പോകുന്നതാണ് ഇങ്ങനെ. കാരണം അന്നത്തെ ദിവസം വേറൊരു മൂഡിലാണ് മാസ്റ്റർ വരുന്നത്. എനിക്ക് തോന്നുന്നു എന്നോട് മാത്രമേ അന്നത്തെ ദിവസം സംസാരിക്കുള്ളൂ. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആണ് അന്നത്തെ ദിവസം. അത് അദ്ദേഹം അല്ല കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്, വേറെ ആളുകളാണ്. ഇപ്പൊ ഭൂപതി മാസ്റ്റർ അല്ലെങ്കിൽ റോബർട്ട് മാസ്റ്റർ പോലെയാണ്. അവരുണ്ടെങ്കിൽ പോലും ആ സോങ്ങിന് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിന്റെ 100 അല്ല 200% പുള്ളി ഓക്കെ. സീനുകൾ ചെയ്യുന്നില്ലെന്നല്ല, സീനുകൾ ചെയ്യാൻ പുള്ളി ഈസിയാണ്. പക്ഷെ സോങ്സ് ഇപ്പോഴും ഒരു പുതിയ ഒരാൾ ചെയ്യുന്ന അതേ ഫീൽ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. സോ എന്നെ സംബന്ധിച്ച് അതൊരു പുതിയ ചാപ്റ്റർ ആയിരുന്നു. കാണുക, പഠിക്കുക, ഇദ്ദേഹത്തെ പോലത്തെ വലിയൊരു ടെക്നീഷ്യനോട് നിൽക്കുകയാണ്. അതിപ്പോ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് പൂർണ്ണമായിട്ട് ഉത്തരം തരാൻ ഞാൻ പ്രാപ്തനായിട്ടില്ല. എന്നാൽ അത്രയും വലുതാകാത്ത ഒരു അവസ്ഥയുണ്ട്. വിനയം കൊണ്ട് പറയില്ല കേട്ടോ, കുറച്ചൊക്കെ വലുതാണ്. പക്ഷെ എനിക്ക് ഇദ്ദേഹത്തെ പോലത്തെ ഒരു ടെക്നീഷ്യന്റെ മുന്നിൽ ഒരുപാട് പഠിക്കാനുള്ള കിട്ടിയ അവസരമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയിരുന്നേ ഉള്ളൂ സോങ്സ് ഷൂട്ടിംഗ് ടൈമിൽ. ജസ്റ്റ് മോണിറ്ററിൽ ഇങ്ങനെ ഇരുന്നാൽ മതി. അതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. Nowadays, because of subtitles, I love to watch. Now I can. There are some sexual allegations against leading stars in Malayalam movie. And how did you read them and what's your reaction? Sarde reaction. സത്യം പറഞ്ഞാൽ മാസ്റ്റർക്ക് അതിനെ പറ്റിയൊന്നും ഈ ഡിസൈൻ നോ അബൌട്ട് അങ്ങനെ തന്നെ. പുള്ളി അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യാത്ത ഒരാളെന്ന് എനിക്ക് തോന്നുന്നു. എന്നോട് പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തോട് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യന്റെ പോലും ആവശ്യമില്ല. ഇതെല്ലാം നിയമത്തിന്റെയും കാര്യങ്ങളുടെ എല്ലാം പുറകെ നിൽക്കുന്നതാണ്. അപ്പൊ നമ്മളെപ്പോലത്തെ ഒരാളുകൾക്ക് അത് പറയാനുള്ള അതിനുള്ള അർഹതയില്ലെന്ന് തന്നെ. അതിന് വലിയൊരു ഒരുപാട് സീനിയേഴ്സ് ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇവിടെ. അതിന് പോലീസുണ്ട്, സംവിധാനങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. സോ അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. നമ്മളെ പോലത്തെ ചെറിയ സിനിമക്കാരെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് വിഷമിപ്പിക്കുന്നത്? That I don't know. അതിനെപ്പറ്റി I don't know. It is. I don't know how to address it. That's it. But I know about it, but I don't know how to address it. So media and that's it. Iduma? Dream role, huh?
இல்ல அப்படி இந்த இப்போ ஃபர்ஸ்ட்ல இருந்து எஃபர்ட் இல்லை. ஃப்ரம் பிகினிங் டேஸ் ட்ரீம் ரோல் மாதிரி எதுவும் எனக்கு வந்ததில்லை. பட் வாட் எவர் ஐ டூ ஐ கிவ் மை 200%. அது மட்டும் வந்தது கரெக்டா பண்ணணுன்றது அந்த இது இருக்கு எனக்கு. இல்ல அதுதான் அந்த டைரக்டர் பிலீவ் மீ. ஸோ ஐ தாட் can I do? I asked, yes sir, you can do it. And then I will go there. That's it. According to director's conviction. ഡയറക്ടറിനോടാണ് ഷാജോൻ ചേട്ടന് ക്യാരക്ടറിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഷാജോൻ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഹ്യൂമർ തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അതൊരു ഹ്യൂമർ കൊമേഡിയൻ വില്ലനായിട്ടാണ് അത്. സാധാരണ തമിഴ് സിനിമകളിലൊക്കെയുള്ള നമ്മൾ തമിഴ് ആക്ടേഴ്സിനെ വെച്ച് ചെയ്യുന്ന ഒരു സാധനം ഞാനന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത. അതെ പക്ഷെ ശരിക്കും അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. സിനിമയിൽ അധികം പേരോട്ട് ചെയ്തിട്ടുണ്ട് ഷാജോൻ ചേട്ടൻ. മലയാളത്തിൽ തമിഴിൽ കോമഡി ചെയ്യുമ്പോൾ അത് വർക്കൗട്ട് ആയിട്ടുണ്ടാവും. പുള്ളിക്കാരനെ തമിഴ് നന്നായിട്ട് അറിയാം. പുള്ളിക്ക് ഇതിനു മുമ്പ് പുള്ളി തമിഴ് സിനിമകൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതൊരു ബാരിയറെ ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്ക് അറിയത്തില്ല, പുള്ളി നന്നായിട്ട് തമിഴ് കൈകാര്യം ചെയ്യും. എന്നെക്കാളൊക്കെ നന്നായിട്ട് സംസാരിക്കുകയും അതിന്റെ മീനിങ്ങുകളൊക്കെ അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് അത് ഈസി ആയിരുന്നു. മ്യൂസിക്കൽ ഫാമിലി എന്റർടൈനർ പടം. പേരിൽ തന്നെയുള്ള പേട്ട റാപ്പ്, റാപ്പിനിൽ തന്നെ മ്യൂസിക് ഉണ്ട്. അപ്പൊ പേട്ട റാപ്പ് എന്ന് പറഞ്ഞ പാട്ടിന് ഈ സിനിമയിലൊരു സാധ്യതയുണ്ട്. പേട്ട റാപ്പ് എന്ന് പറഞ്ഞ പാട്ട് വന്ന സിനിമയ്ക്ക് ഈ സിനിമയിലൊരു സ്പേസ് ഉണ്ട്. സോ എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ അതൊരു മ്യൂസിക്കൽ എന്റർടൈനർ ആയിട്ട് തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത്. അല്ലാതെ എന്താ പറയുക, ഇപ്പം മാസ്റ്റർ വെച്ചിട്ട് ഫസ്റ്റ് ചോയ്സ് കിട്ടുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മാസ്റ്റർ ഡേറ്റ് തന്നത്. കാരണം മാസ്റ്റർ 2-3 പടങ്ങൾ വെച്ചിട്ടാണ് എനിക്ക് സ്പേസ് തന്നത്. ഈ സബ്ജക്ട് കേട്ടപ്പോൾ പുള്ളിക്കാരന് അതിന്റെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടാണ്. നോർമലി ചെയ്യുന്ന ക്യാരക്ടേഴ്സിനേക്കാൾ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങളിലൂടെ പോകുന്ന ഒരു ഫ്രഷ് കട്ട്സ് എഡിറ്റ് പാറ്റേൺ. എന്റെ എഡിറ്റർ നിഷാദ് യൂസഫാണ്. എനിക്ക് തല്ലുമാലയൊക്കെ ചെയ്ത ഇവിടുത്തെ എഡിറ്ററാണ്. അദ്ദേഹം അധികം പേരോട് പടം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭംഗിയൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്ക്. പിന്നെ 2 മണിക്കൂറേ ഉള്ളൂ. വളരെ ഫാസ്റ്റായി പോകുന്ന ഒരു സബ്ജക്റ്റാണ്. ലാഗുകൾ ഡ്രാഗുകൾ ഒന്നും ഇല്ലാതെ പോകുന്ന ഫൺ ട്രാവലർ. മലയാളത്തിൽ നിന്ന് നമുക്ക് രാജീവ് പിള്ളയുണ്ട്, പിന്നെ റിയാസ് ഖാൻ ഉണ്ട്, പ്രമോദ് വെള്ളിയനാടുണ്ട്. ഇത്രയും പേരുണ്ട്. മലയാളി ആയതുകൊണ്ട് തന്നെ എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, നമുക്ക് നമ്മുടെ ആക്ടേഴ്സിനോടുള്ള ഇഷ്ടമുള്ളതുകൊണ്ട് അവരെയൊക്കെ മാക്സിമം ഞാൻ ഇതിനകത്ത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കിന് ആക്ച്വലി ചലഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഡീം മാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള എല്ലാം മെലോഡിയസ് ആയ സോങ്ങുകൾ ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷെ അദ്ദേഹത്തിന് ട്രാക്ക് ചേഞ്ചാണ് ഈ പടം. അതിപ്പോ നിങ്ങൾ എന്റെ മ്യൂസിക് കേട്ടാൽ മനസ്സിലാവും. ഇമാൻ സാർ എനിക്കൊന്നും ഇതുപോലത്തെ മ്യൂസിക് ഇതിന് മുമ്പ് ചെയ്തിട്ടില്ല. അത്രയും ഹൈ റെസൊല്യൂഷനാണ് പുള്ളിയുടെ ഒരു ടോട്ടൽ കോമ്പോസിഷൻ വന്നിരിക്കുന്നത്. അപ്പം അതിന് എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ ഒരു ഭയങ്കര ഔട്ട്പുട്ട് ഉണ്ട്. എനിക്ക് ലാസ്റ്റ് ഒരു 1.5 വർഷമായിട്ട് അയാൾ എന്റെ കൂടെ ഉണ്ട് സ്റ്റിൽ. ഇപ്പോഴും എനിക്കൊന്ന് ഫസ്റ്റ് കോപ്പിയൊക്കെ ആയെങ്കിൽ പോലും എവറി ഡേ ചെറിയ ചെറിയ കറക്ഷൻസ് ചെയ്തിട്ട് എനിക്ക് അയച്ചിട്ട് ഇട്ടുന്നുണ്ട്. അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു അദ്ദേഹത്തിന്റെ ഒരു മ്യൂസിക് നമ്മൾ അതെല്ലാം കണ്ടിരുന്ന ഈ പേട്ടറാപ്പിലുള്ള പേര് ഈ സിനിമയ്ക്ക് എത്രത്തോളം യോജിക്കുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു. അതിന്റെ ഒരു ചെറിയ ജമ്മ് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് പറഞ്ഞാൽ അതിന്റെ ഒരു സ്പാർക്ക് ലോസ് ആകണ്ടെന്ന് വെച്ചിട്ടാ. പേട്ടറാപ്പ് എന്നുള്ള പേര് ശരിക്കും അതിന് ആപ്റ്റാണ്. കാരണം അത് ഞാൻ പറഞ്ഞ മാസ്റ്റർ തന്നെ ചോദിച്ചു, ഇത് എന്തുകൊണ്ട് തമിഴ്നാട്ടിലെ ആളുകൾക്ക് ഈ പേരിടാൻ തോന്നിയില്ലാന്ന് തോന്നിയിരുന്നു. ഞാനിട്ടല്ലോ. എന്റെ ഒരു അസിസ്റ്റന്റ് പയ്യനുണ്ട്, നമ്മുടെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് തിരുത്താൻ വന്ന വിഷ്ണു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട് തമിഴ്നാട്ടിൽ നിന്ന്. അയാളാണ് ശരിക്കും ആ പേര് സജസ്റ്റ് ചെയ്തത്. അത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഞാനത് അയാളോട് എന്നും എന്നോട് നന്ദി പറയാറുണ്ട്. കാരണം വിഷ്ണു ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. വിഷ്ണു ആണ് ആ പേര് ഇത് സജസ്റ്റ് ചെയ്തത്. ഇല്ല, ഞാൻ പറയത്തില്ല. നിങ്ങൾ പോണം. ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞില്ലേ. ഞാൻ അവിടെ നിൽക്കട്ടെ, കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. No, I don't think when they call, I will come. If it is a good character, I will come and do it.